ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ? എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നമസ്കാരം. അറബ് സാഹിത്യത്തിലെ ഒരു വലിയ പേരാണ് യൂസുഫ് ഇദ്രീസ്. അദ്ദേഹത്തെ പലപ്പോഴും അറബികളുടെ ചെക്കോവെന്ന് വിളിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് വന്നത്? ഒരു ഡോക്ടർ എങ്ങനെയാണ് സാഹിത്യലോകത്തെ രാജകുമാരനായി മാറിയത്? നമുക്ക് ഇതിലൂടെ ഒന്ന് നോക്കാം. പ്രത്യേകിച്ച് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ വിവരങ്ങൾ ഒരുപാട് ഗുണം ചെയ്യും. യൂസുഫ് ഇദ്രീസിന്റെ ജീവിതത്തിലെ ഏറ്റവും രസകരമായൊരു കാര്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. ഒരു വശത്ത് അദ്ദേഹം ഒരു മനോരോഗ വിദഗ്ധനാണ്, ഒരു സൈക്യാട്രിസ്റ്റ്. മറുവശത്തോ അറബ് ചെറുകഥയുടെ രാജകുമാരൻ എന്ന് ലോകം വാഴ്ത്തുന്ന ഒരു വലിയ സാഹിത്യകാരനും. എങ്ങനെയാണ് ഒരാൾക്ക് ഈ രണ്ട് വ്യത്യസ്ത ലോകങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചത്? അപ്പം നമുക്ക് അദ്ദേഹത്തിന്റെ കഥയിലേക്ക് കടക്കാം. ഒരു ഡോക്ടറുടെ കോട്ട് അഴിച്ചുവെച്ച് സാഹിത്യലോകത്തെ കിരീടം വെച്ച രാജകുമാരനായി മാറിയ ആ യാത്ര, അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ ഈ ഇരട്ട വ്യക്തിത്വത്തിന്റെ വേരുകൾ എവിടെയാണ് കിടക്കുന്നത്? അത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ കുറച്ച് പിന്നോട്ടു പോകണം, അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതത്തിലേക്ക്. കാരണം യൂസുഫ് ഇദ്രീസ് എന്ന പ്രതിഭ രൂപപ്പെട്ടത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെയും പഠനകാലത്തെയും കടുത്ത പോരാട്ടങ്ങളിലൂടെയായിരുന്നു. നോക്കൂ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളെല്ലാം ശാസ്ത്രത്തിന്റെ വഴിയായിരുന്നു. 1927 ജനിച്ചു. 1947 മെഡിസിനിൽ ബിരുദം നേടി. പിന്നെ 1951 ആയപ്പോഴേക്കും സൈക്യാട്രിയിൽ സ്പെഷ്യലൈസേഷനും പൂർത്തിയാക്കി. അപ്പോൾ തുടക്കത്തിൽ അദ്ദേഹം തിരഞ്ഞെടുത്തത് ഒരു ഡോക്ടറുടെ പാതയാണെന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി കാലം എന്നു പറയുന്നത് വെറും പഠിത്തത്തിൽ ഒതുങ്ങിയില്ല. അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്നു. അതിന്റെ ഫലമായി കുറച്ചുകാലം ജയിലിൽ വരെ കിടക്കേണ്ടി വന്നു. ഈ അനുഭവങ്ങളില്ലേ, ഇതാണ് പിന്നീട് അദ്ദേഹത്തിന്റെ കഥകളിലെ ആ ഒരു തീപ്പൊരിയായത്. സാധാരണക്കാരന്റെ ശബ്ദമായി അദ്ദേഹത്തെ മാറ്റിയതും ഒരുപക്ഷെ ഈ അനുഭവങ്ങളാകാം. ഇവിടെയാണ് നമ്മുടെ ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. ഒരു ഡോക്ടറായി മുന്നോട്ട് പോകുകയായിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് സാഹിത്യം എങ്ങനെയാണ് കടന്നു വന്നത്? വൈദ്യശാസ്ത്രത്തോടുള്ള ഇഷ്ടത്തെ, എഴുത്തിനോടുള്ള അടങ്ങാത്തൊരു ആവേശം മറികടക്കാൻ തുടങ്ങിയത് ഇവിടെ വെച്ചാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണേ. 1950 അദ്ദേഹം ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് മാത്രമായിരിക്കുമ്പോൾ തന്റെ ആദ്യത്തെ കഥ അൻഷൂത്തത്തുൽ ഗുർബ പ്രസിദ്ധീകരിച്ചു. അതായത് ലോകം ഡോക്ടർ യൂസുഫ് ഇദ്രീസിനെ അറിയുന്നതിനു മുൻപേ എഴുത്തുകാരൻ യൂസുഫ് ഇദ്രീസ് ജന്മമെടുത്തിരുന്നു. 1954 ഈ വർഷം അറബ് സാഹിത്യ ചരിത്രത്തിൽ തന്നെ നിങ്ങൾ ഓർത്തുവെക്കേണ്ട ഒന്നാണ്. കാരണം ആ വർഷമാണ് യൂസുഫ് ഇദ്രീസ് എന്ന എഴുത്തുകാരൻ ശരിക്കും ഉദിച്ചുയർന്നത്. അതേ വർഷം അദ്ദേഹം തന്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരം പുറത്തിറക്കി, അർക്കുസുല്ലയാലി. ആ ഒരൊറ്റ പുസ്തകം മതിയായിരുന്നു സാഹിത്യലോകത്ത് ഒരു ഇളക്കം തന്നെ സൃഷ്ടിക്കാൻ. അദ്ദേഹത്തിന്റെ കഴിവിനെ അംഗീകരിച്ചത് വെറും സാധാരണക്കാരല്ല. അറബ് സാഹിത്യത്തിലെ അതികായനായ ത്വാഹ ഹുസൈൻ തന്നെ ഇദ്രീസിന്റെ രണ്ടാമത്തെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ്: ആദ്യ പുസ്തകമായ അർഖസു ലയാലിയിൽ ഞാൻ അനുഭവിച്ച അതേ അനുഭൂതിയും ശക്തിയും ഇതിലുമുണ്ട്. ത്വാഹ ഹുസൈനെപ്പോലെ ഒരാളുടെ ഈ വാക്കുകൾ ഒരു പ്രഖ്യാപനമായിരുന്നു. യൂസുഫ് ഇദ്രീസ് അറബ് സാഹിത്യത്തിലെ പുതിയൊരു ശക്തിയാണെന്നുള്ള പ്രഖ്യാപനം. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ അനശ്വരമായ കൃതികളിലേക്ക് കടക്കാം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. കാരണം ഈ പേരുകളും വർഷങ്ങളും ചോദ്യപേപ്പറിൽ കാണാൻ നല്ല സാധ്യതയുണ്ട്. അദ്ദേഹം ചെറുകഥകളിൽ മാത്രം ഒതുങ്ങിയില്ല, നാടകവേദിയിലും തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ചില നാടകങ്ങളാണിത്. കൂട്ടത്തിൽ 1964 പുറത്തിറങ്ങിയ അൽഫറാഫിർ അറബ് തിയേറ്ററിലെ തന്നെ ഒരു ക്ലാസിക്കായിട്ടാണ് കണക്കാക്കുന്നത്. ഈ പേരുകളൊക്കെ തീർച്ചയായും ഓർത്തുവെക്കണം. ഇനി നോവലുകളിലേക്ക് വന്നാലോ? ഖിസ്സത്തു ഹുബ് ആയിരുന്നു തുടക്കം. പക്ഷേ 1959 പുറത്തിറങ്ങിയ അൽ ഹറാം എന്ന നോവലാണ് അദ്ദേഹത്തെ ശരിക്കും ലോകോത്തര എഴുത്തുകാരുടെ നിരയിലേക്ക് ഉയർത്തിയത്. ഈജിപ്ഷ്യൻ ഗ്രാമജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വരച്ചുകാട്ടിയ ഈ നോവൽ അദ്ദേഹത്തിന്റെ മാസ്റ്റർപീസാണെന്ന് പറയാം. ഈ പേര് ഒരു കാരണവശാലും മറക്കരുത്. എന്തിനാണ് അദ്ദേഹത്തെ അറബ് ചെറുകഥയുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നറിയണ്ടേ? അതിന്റെ ഉത്തരം ഈ സമാഹാരങ്ങളാണ്. 1954 അർഖസു ലയാലിയിൽ തുടങ്ങി
ബൈത്തുൻ ലഹം വരെ നീളുന്ന അദ്ദേഹത്തിന്റെ ഈ യാത്ര അറബ് ചെറുകഥയുടെ തന്നെ ചരിത്രമാണ് മാറ്റിമറിച്ചത്. അപ്പോ ഇത്രയൊക്കെ മഹത്തായ സംഭാവനകൾ നൽകിയ ഒരു എഴുത്തുകാരനെ ലോകം എങ്ങനെയാണ് ആദരിച്ചത്? നമ്മുടെ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കാം. യൂസുഫ് ഇദ്രീസിന് ലഭിച്ച അംഗീകാരങ്ങളെക്കുറിച്ചും അദ്ദേഹം സാഹിത്യലോകത്തിന് നൽകിയ ആ വലിയ പൈതൃകത്തെക്കുറിച്ചും നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ സംഭാവനകളെ രാജ്യം വലിയ ആദരവോടെയാണ് കണ്ടത്. 1963 കിട്ടിയ ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് മുതൽ മരണവർഷമായ 1991 ലഭിച്ച സ്റ്റേറ്റ് അപ്രീസിയേഷൻ അവാർഡ് വരെ. ഈ ബഹുമതികൾ ഒരേ ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നത്: യൂസുഫ് ഇദ്രീസ് ഈജിപ്തിന്റെ ഒരു ദേശീയ സാഹിത്യനിധിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്തായിരുന്നു? ഇദ്രീസിന്റെ തന്നെ വാക്കുകളൊന്ന് കേട്ടുനോക്കാം. ശുഭാപ്തി വിശ്വാസം ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. ശുഭാപ്തി വിശ്വാസമെന്നത് ഇച്ഛാശക്തിയാണ്. ശക്തമായ ഇച്ഛാശക്തിയുണ്ടെങ്കിൽ ജീവിതം ഒരു പരവതാനി പോലെ സുഗമമാകും. പ്രതിസന്ധികളെ നേരിടാനുള്ള ഊർജം അദ്ദേഹത്തിന് കിട്ടിയത് ഈയൊരു പോസിറ്റീവ് കാഴ്ചപ്പാടിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. എന്തുകൊണ്ടാണ് യൂസുഫ് ഇദ്രീസിനെ അറബികളുടെ ചെക്കോവ് എന്ന് വിളിക്കുന്നത്? കാരണം സിമ്പിളാണ്. റഷ്യൻ സാഹിത്യത്തിലെ ഇതിഹാസമായ ആന്റൺ ചെക്കോവും ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തെപ്പോലെ ചെറുകഥാ രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ചതുകൊണ്ടാണ് ഇദ്രീസിനും ആ പേര് കിട്ടിയത്. ഒരു ഡോക്ടറുടെ സൂക്ഷ്മ നിരീക്ഷണവും എഴുത്തുകാരന്റെ ഹൃദയവും, ഈയൊരു സാമ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിശകലനം നമുക്കൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. ഒരു ഡോക്ടർ രോഗിയുടെ നാഡീമിടിപ്പ് തൊട്ടറിയുന്നതുപോലെ സമൂഹത്തിന്റെ നെഞ്ചിടിപ്പ് അറിയുന്ന ഒരു എഴുത്തുകാരനായിരുന്നു ഇദ്രീസ്. അപ്പോ ആ ഡോക്ടറുടെ സൂക്ഷ്മതയും സാഹിത്യകാരന്റെ ഉൾക്കാഴ്ചയും അദ്ദേഹം തന്റെ കൃതികളിൽ എങ്ങനെയാണ് ഒരുമിപ്പിച്ചത്? ഈ ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ കഥകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പരീക്ഷയ്ക്കുള്ള ഉത്തരങ്ങൾ മാത്രമല്ല, ജീവിതത്തെക്കുറിച്ചുള്ള ചില വലിയ തിരിച്ചറിവുകൾ കൂടിയായിരിക്കും. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.